ലാൽ സലാം മോഹൻലാലിൻ്റെ എമ്പുരാൻ എങ്ങും റെഡ് അലേർട്ടിലേക്ക് എത്തുന്നു. ഇത് താൻ്റെ ലാലേട്ടൻ പവർ. ബോക്സ് ഓഫീസിനെ തീപിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ എമ്പുരാൻ അങ്ങനെ ആളിപ്പടരുകയാണ്. അതെ, ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ പല സ്ഥലങ്ങളിലും റെഡ് അലേർട്ടായി. പലയിടത്തും കള്ളക്കോൽ കളിച്ച് നേരത്തെ തന്നെ ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ആവശ്യവുമായി തിയേറ്റർ ഉടമകൾ എത്തിയിരിക്കുന്നു. ആ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം. ഈ സിനിമയുടെ ബുക്കിംഗ് എപ്പോൾ എന്ന ആവേശത്തോടെ കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങളുണ്ട്. എന്നെ അറിയുന്ന നൂറുകണക്കിന് ആളുകൾ ആണ് ആദ്യ ദിവസം ടിക്കറ്റ് ചോദിച്ച് വിളിക്കുന്നത്. അവർക്കെല്ലാം ടിക്കറ്റ് മാറ്റിവെച്ചാൽ ഓൺലൈനിൽ ഒരു ടിക്കറ്റ് പോലും റിലീസ് ചെയ്യാൻ ഞങ്ങൾക്ക് ആവാത്ത സാഹചര്യം വരും. അത് ഈ സിനിമ ആദ്യ ദിവസം കാണാൻ കാത്തിരിക്കുന്ന ഒരു സ്വാധീനവുമില്ലാത്ത ആയിരങ്ങളോട് ചെയ്യുന്ന അനീതിയാകും. ദയവായി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി മനസ്സിലാക്കുക, സഹകരിക്കുക. ആദ്യ ദിവസം ഈ സിനിമ കണ്ടേ തീരുമെങ്കിൽ ഓൺലൈനിലോ കൗണ്ടറിലോ നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഇത് ഒരു തിയേറ്റർ ഉടമ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. എന്താണേലും അത് ഒരു രസകരമായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും നേരത്തെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. എറണാകുളം ഷേണൈസിൽ 2 ഷോകൾ ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ കൊല്ലത്തും അതേപോലെ ഷോകൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ചാർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എന്താണേലും ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തമായി അങ്ങ് ഹാങ് ആവുന്ന കാര്യങ്ങളിലേക്ക് എത്തും. വേറെ ഒന്നുമല്ല, ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും അതിഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയെ ഭരിക്കുന്ന എമ്പുരാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങും റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഒരു ബുക്കിംഗാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇതിനോടകം തന്നെ മൊത്തത്തിൽ അതിഗംഭീരമായിട്ടുള്ള പ്രീസെയിലും കാര്യങ്ങളുമൊക്കെയാണ് വരുന്നത്. ചരിത്രം കുറിക്കുകയാണ് ഈ ഒരു സിനിമ. ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങി, അതും ഒരു തീ പിടിക്കുന്ന പോലെ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ. അതായത് ഇന്നലെ മുഴുവൻ എമ്പുരാൻ ട്രെയിലർ കൊണ്ടുപോയി സോഷ്യൽ മീഡിയ എന്ന് തന്നെ പറയാം. ബോക്സ് ഓഫീസിൽ തീ പടർത്താൻ ഇത് മോഹൻലാൽ പവർ തന്നെയാണ്. അതെ, നമ്മൾ തമിഴ് തെലുങ്ക് സിനിമകളൊക്കെ കേരളത്തിൽ വരുമ്പോൾ എത്രത്തോളമാണ് ജനങ്ങൾ ടിക്കറ്റ് എടുക്കുകയും അല്ലെങ്കിൽ റെഡ് അലേർട്ടൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു തമിഴിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ റെഡ് അലേർട്ട് മുഴുവൻ എടുത്തും കാണുന്നത് പോലെ കുതിച്ചിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനെ ഒരു കാര്യം വരാൻ. അത് നമ്മൾ സാക്ഷാത്കരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു ഈ ഒരു സിനിമയിലൂടെ. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു രക്ഷയുമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അമ്മാതിരി കൊടൂര തീ എന്ന് തന്നെയാണ്. ഇന്ന് ഒരു പക്ഷേ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ മാത്രം 3 കോടിക്ക് മുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരുപക്ഷെ 3 അല്ല, അതിന് മുകളിലേക്ക് പോയാലും ഞെട്ടാനൊന്നുമില്ല. ഇതിനോടകം തന്നെ സ്ക്രീൻ കൗണ്ടുകൾ 650 മുകളിൽ എന്നുള്ളത് ഏറെക്കുറെ ഉറച്ചിരിക്കുകയാണ്. 700 മുകളിലേക്കുള്ള സ്ക്രീൻ കൗണ്ടിന് വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിട്ട് വരുന്നത്. ഒരു പക്ഷേ ഫൈനൽ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫൈനൽ ദിവസത്തിലേക്ക് വരുമ്പോൾ 770 മുകളിലുള്ള സ്ക്രീനുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. അതായത് കേരളത്തിലെ ഒട്ടും മിക്ക തിയേറ്ററിൽ നിന്നല്ല, എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഏതോ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയോ ഒരിടത്ത് ഒരു തിയേറ്റർ മുഴുവനായിട്ട് ബൾക്ക് ആയിട്ട് ബുക്ക് ചെയ്തു എന്നൊക്കെ വാർത്തകൾ കേൾക്കുന്നു. ചാനൽ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരാം.